ഇന്നലെ കോൺഗ്രസിന്റെ എം പി ജബി മേത്തർ, ഇന്നിപ്പോൾ സാക്ഷാൽ അറബിക്കടൽ ലീഗിന്റെ അല്ലെങ്കിൽ ചവറ്റുകൊട്ട ലീഗിന്റെ എം പി അബ്ദുൾ വഹാബ് രാജ്യസഭയിൽ PM-ശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു കുടുങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടത് കാരണം ഞങ്ങൾ PM-ശ്രീയുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിതരായി എന്നായിരുന്നു മുഖ്യമന്ത്രി സതീഷനും വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗിന്റെ N. ഷംസുദ്ദീനും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ വാദമാണ് UDF-ന്റെ MP-മാർ തന്നെ പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ച് വാങ്ങിയ മറുപടിയിലൂടെ പൊളിഞ്ഞു പാളീസായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജബി മേത്തർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞത് കേരളം നിലവിൽ PM-ശ്രീയിൽ ഭാഗമായിട്ടില്ല, അവർ സ്കൂളുകളുടെ പേര് പോലും തന്നിട്ടില്ല, PM-ശ്രീയുടെ ഭാഗമായി ഒരു ഫണ്ടും വാങ്ങിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ തുടർന്ന് മുസ്ലിം ലീഗിന്റെ MP അബ്ദുൾ വഹാബ് ഒരു അവസാന ശ്രമം നടത്തിയതാണ്, അതും പാടി. മൂപ്പര് ചോദിച്ചത് PM-ശ്രീയുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ട MOU-യിൽ നിന്നും പിന്മാറിയാൽ എന്തായിരിക്കും അതിന്റെ പ്രത്യാഘാതം എന്നാണ്. എന്നാൽ അതിന് കേന്ദ്രമന്ത്രി ജയന്ത് ചൗധരി പറഞ്ഞത് പദ്ധതിയിൽ ഒപ്പിടാതിരിക്കുകയോ പിന്മാറുകയോ ചെയ്തതുകൊണ്ട് ആ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ, അതായത് PM-ശ്രീ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നഷ്ടമാകും എന്ന് മാത്രമാണ്. എന്നാൽ മറ്റു ഫണ്ടുകളെ അത് ബാധിക്കില്ലെന്നും മന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെയാണ്: ലീഗിന് കൊള്ളാതിരിക്കാൻ ഞാൻ മാധ്യമം പത്രം ഉണ്ടല്ലോ, ലീഗിന്റെ സഖ്യകക്ഷിയാണല്ലോ ഇപ്പോൾ മൗദൂദികൾ, അവരുടെ പത്രമാണ് മാധ്യമം. ആ മാധ്യമം പത്രത്തിന്റെ ഓൺലൈനിൽ വന്ന വാർത്ത നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. PM-ശ്രീ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ പൊളിയുന്നു, പിന്മാറ്റം മറ്റു ഫണ്ടുകളെ ബാധിക്കില്ലെന്ന് കേന്ദ്രം. PM-ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതോടെ UDF സർക്കാർ പ്രതിരോധത്തിലാകുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ PM-ശ്രീ വഴിയുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകൂ എന്നും മറ്റ് വിദ്യാഭ്യാസ ഫണ്ടുകളെ ഇത് ബാധിക്കില്ലെന്നും കേന്ദ്രം രാജ്യസഭയിൽ അറിയിച്ചു. ഇതോടെ ധാരണാപത്രം ഒപ്പിട്ടതിനാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന സർക്കാരിന്റെ വാദമാണ് പൊളിയുന്നത്. കോൺഗ്രസ് അംഗം ജബി മേത്തർ, മുസ്ലിം ലീഗ് MP അബ്ദുൾ വഹാബ് എന്നിവർക്ക് രാജ്യസഭയിൽ നൽകിയ മറുപടിയിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. സംസ്ഥാന സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചുവെങ്കിലും തുടർ നടപടികളിൽ കേരളം പങ്കാളിയായിട്ടില്ല. കേരളത്തിലെ ഒരു സ്കൂൾ പോലും PM-ശ്രീ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയകളുമാണ് കേരളത്തിലുള്ള 47 PM-ശ്രീ സ്കൂളുകൾ. പദ്ധതിയുടെ ഭാഗമായി മുൻ സർക്കാർ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല. പദ്ധതിയിൽ നിന്ന് ഒരു സംസ്ഥാനം പിന്മാറുകയാണെങ്കിൽ ആ സ്കീമുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ മാത്രമേ അവർക്ക് നഷ്ടമാകൂ എന്ന് മന്ത്രി വ്യക്തമാക്കി. മറ്റ് ഫണ്ടുകൾ ലഭിക്കുന്നതിന് ഇത് തടസ്സമാകില്ലെന്ന കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായിട്ടുണ്ട്. നേരത്തെ SSK ഫണ്ട് കേന്ദ്രം തടഞ്ഞുവെച്ച പശ്ചാത്തലത്തിലാണ് ധാരണാപത്രം ഒപ്പിടേണ്ടി വന്നതെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ ഇപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനാൽ പിന്മാറാൻ കഴിയില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് ഇടത് MP-മാർ രംഗത്തെത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ അന്തിമ കരാറിൽ ഒപ്പിട്ട് എന്നത് ഇതിനർത്ഥമില്ലെന്നും ഇപ്പോഴും പിന്മാറാനുള്ള വഴികൾ സർക്കാരിന് മുന്നിലുണ്ടെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് സർക്കാർ വസ്തുതകൾ തുറന്ന് സമ്മതിക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് MP ഡൽഹിയിൽ ആവശ്യപ്പെട്ടു. പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് മേൽ സമ്മർദ്ദമുണ്ടെന്ന കാര്യം സർക്കാർ സമ്മതിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം PM-ശ്രീയുമായി മുന്നോട്ടു പോകാൻ UDF യോഗത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ 100% തെറ്റാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട സാഹചര്യത്തിൽ PM-ശ്രീയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞത്. എന്നാൽ UDF കൺവീനർ പറഞ്ഞു എന്നത് ശരിയാണെന്നും പത്രക്കാരുടെ ചോദ്യത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ മറുപടി പറഞ്ഞെന്നുമാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. വളരെ കൃത്യമല്ലേ? കോൺഗ്രസിന്റെയും ലീഗിന്റെയും MP-മാർ രാജ്യസഭയിൽ ചോദ്യങ്ങൾ ചോദിച്ച് UDF സർക്കാരിന് ശരിക്കും വെട്ടിലാക്കി. സംഘികളുമായി തെരഞ്ഞെടുപ്പിന് മുമ്പേ UDF-കാർ കരാറുണ്ടാക്കിയിട്ടുണ്ട് എന്ന സത്യമാണ് ഇപ്പം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്ഥാനങ്ങളിൽ സംഘികളെ കുത്തി തിരികെ കയറ്റാൻ സതീഷിനും ലീഗിനുമുള്ള ആക്രാന്തവും PM-ശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുമെന്ന് ആവർത്തിച്ചു പറയുന്നതും, അതേപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന വീടുകൾക്ക് മുന്നിൽ ലോഗോ വെക്കുന്നതിൽ കുഴപ്പമില്ല എന്ന KM ഷാജിയുടെ നിലപാടും, അങ്ങനെ എല്ലാം ഇതാണ് സൂചിപ്പിക്കുന്നത്. മുമ്പ് 30 സീറ്റ് കിട്ടിയാൽ കേരളം ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞ BJP ഇന്ന് വെറും 3 സീറ്റ് കിട്ടിയപ്പോൾ തന്നെ സതീഷിന്റെ മുൻ സീറ്റിലിരുത്തി പിൻ സീറ്റിലിരുന്നുകൊണ്ട് നല്ല വെടിപ്പായി ഭരിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ വിസ്മയങ്ങളാണ് മലയാളിയെ കാത്തിരിക്കുന്നതെന്ന് കണ്ടറിയണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.